അങ്കണവാടി ജീവനക്കാരുടെ സമരം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രിയുടെ ദുർവാശിയാണ് സമരം നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാരണമെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. സമരക്കാരുടെ സംഘടനയുമായി ധാരണയിലെത്തിയതാണെന്നും സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. സമരങ്ങളുടെ പാരമ്പര്യമുള്ള CPM ഇപ്പോൾ സമരങ്ങളുടെ അന്തകരായി എന്ന അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് നജീബ് കാന്തപുരം MLA. അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർക്കാരിന് ചേർത്തു നിർത്താൻ കഴിയാത്തത്? ലോക സന്തോഷ ദിനമായി ഇന്ന് ആശമാരെയും അംഗനവാടി ജീവനക്കാരെയും ക്രൂശിക്കാൻ സർക്കാർ തിരഞ്ഞെടുത്തെന്ന് പ്രമേയ അവതാരകൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 65,287 പേരടങ്ങുന്ന അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയാണ് സർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ഈ അടിസ്ഥാന വിഭാഗത്തെ എന്തുകൊണ്ടാണ് സർ നമുക്ക് ചേർത്തു നിർത്താൻ സാധിക്കാത്തത്? തെരുവിൽ സമരം ചെയ്യുന്ന പാവങ്ങളെ സർക്കാർ ക്രൂരമായി നേരിടുകയാണെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. തീർത്താൽ തീരാത്ത ജോലിയാണ് അങ്കണവാടി ജീവനക്കാർക്കുള്ളത്. ലഭിക്കുന്നത് തുച്ഛമായ വേതനം മാത്രമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇത്രയും ജോലി ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നത് 300 രൂപയാണ് സർ. 300-350 രൂപ പോലും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നതെന്ന് ആരോഗ്യമന്ത്രിക്ക് വേണ്ടി പി രാജീവ് മറുപടി നൽകി. 2024 നവംബർ വരെയുള്ള ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. 4 മാസം കുടിശ്ശികയാണുള്ളത്. ആ കുടിശ്ശിക നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. പ്രമേയ അവതാരകൻ മന്ത്രി വീണ ജോർജിനെ വ്യക്തിപരമായി അധിക്ഷേപം നടത്തിയതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. സമരം നടത്തിയാൽ മാത്രമേ മന്ത്രിയാകാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വേണ്ടെന്ന് സ്പീക്കർ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മീഡിയ 1 തിരുവനന്തപുരം.